വിവരാവകാശ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് പ്രത്യേക സമയം നിശ്ചയിക്കുന്ന സർക്കാർ ഓഫീസുകളുടെ നടപടി നിയമവിരുദ്ധമാണെന്നും ഓഫീസുകളുടെ പ്രവൃത്തി സമയമായ രാവിലെ 10-നും വൈകിട്ട് 5-നും ഇടയിൽ ഏത് സമയത്തും അപേക്ഷകൾ സ്വീകരിക്കേണ്ടതാണെന്നും വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു. കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ കമ്മീഷൻ സിറ്റിംഗിൽ കേസുകൾ പരിഗണിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ RTO ഓഫീസിൽ സമർപ്പിച്ച വിവരാവകാശ അപേക്ഷ സമയം കഴിഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടി മടക്കിയതിൽ നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇത്തരം അപേക്ഷകൾ നിരസിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു. വിവരാവകാശ അപേക്ഷകൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകണം. ഉപചോദ്യങ്ങൾ ഒഴിവാക്കി അവ്യക്തമായ മറുപടി നൽകുന്നത് കുറ്റകരമാണ്. വിവരാവകാശ അപേക്ഷകൾക്ക് സമയപരിധി കഴിഞ്ഞും മറുപടി നൽകാതിരിക്കുകയും പിന്നീട് കമ്മീഷനിൽ കേസ് വന്ന ശേഷം റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ മറുപടി നൽകുകയും ചെയ്യുന്ന പ്രവണത ഉദ്യോഗസ്ഥർ പിന്തുടരുന്നുണ്ട്. എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ല. അപേക്ഷ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. ഒരേ വിഷയത്തിൽ നിരന്തരം അപേക്ഷ നൽകുന്നത് വിവരാവകാശത്തിന്റെ അന്തസത്ത ചോർത്തിക്കളയും. നിർമ്മിത കേന്ദ്ര വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥാപനം ആയതിനാൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയും അപ്പലേറ്റ് അതോറിറ്റിയെയും നിയമിക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു. ബുധനാഴ്ച നടന്ന സിറ്റിംഗിൽ 20 കേസുകളാണ് പരിഗണിച്ചത്. ഇന്ന് കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സിറ്റിംഗിൽ വിവരാവകാശ കമ്മീഷണറായ സോണിച്ചൻ പി ജോസഫ് കേസുകൾ പരിഗണിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും കാണാം. ചോദ്യങ്ങളും ചോദിക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവും. അല്ലാതെ അവരിതുകൊണ്ട് ബുദ്ധിമുട്ടി വിളിച്ചാലും വരില്ല, എന്താണെന്ന് അറിയില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല. വളരെ ആവശ്യമുള്ള കാര്യമല്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് എന്ന വിവരങ്ങളാണ് വേണ്ടത് എന്ന് ആവശ്യപ്പെടും. ഫയൽ നമ്പർ ഉണ്ടെങ്കിൽ ഫയൽ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്പർ കാണിക്കാറുണ്ടെങ്കിൽ അത് സൂചിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അവർക്ക് അത് ആക്സസ് ചെയ്യാൻ, കൂടുതൽ സമയം ഇതിനു വേണ്ടി നഷ്ടപ്പെടാതിരിക്കാൻ. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. സദ്ഭരണം, അതുപോലെ തന്നെ ഇതിന്റെ സമയങ്ങൾ ഓഫീസുകൾക്ക്, പൊതുജനങ്ങൾക്ക് ധാരാളം സേവനം കൊടുക്കേണ്ട ഓഫീസുകളാണ് ഈ പ്രവൃത്തിയും കൂടെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സ്ഥിതിയിലേക്കാണ് വിവരാവകാശത്തെ കാണേണ്ടത്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത്. ഒരേ വിഷയത്തിൽ തന്നെ പല അപേക്ഷ കൊടുക്കുന്ന രീതി പാടില്ല. അതേസമയം കിട്ടിയ ആപ്ലിക്കേഷൻ തന്നെ വളരെ ഉടനെ തന്നെ കൈകാര്യം ചെയ്യണം. പിന്നെ ഇതിന് സമയം വച്ചുകൊണ്ട് ഇത്ര സമയം വരെ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വിവരാവകാശ നിയമപ്രകാരം അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പൊ പുതിയ സർക്കുലറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. 2 മണി വരെയാണ് ഞങ്ങൾ ഈ ഓഫീസിൽ അപേക്ഷകളും ബാക്കിയൊക്കെ തന്നെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സർക്കുലറിനൊന്നും തന്നെ കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കിയ നിയമം, എന്നാൽ ഓവർ റൈഡിംഗ് എഫക്ട് ഓഫ് ദ ലോ ഇൻ സെക്ഷൻ 22 ഓഫ് ദി RTI ആക്ട് മറ്റേത് നിയമത്തെക്കാട്ടിലും ഉപരിയിൽ നിൽക്കുന്നതാണ്. അപ്പോഴേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ കർശനമായ നടപടി അതിലെടുക്കും. 2 മണി കഴിഞ്ഞു ഓഫീസില് ബാക്കി അപേക്ഷകളൊക്കെ 2 മണി വരെ സ്വീകരിക്കുന്നത്, വിവരാവകാശവും 2 മണി വരെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡിനയൽ ഓഫ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അപേക്ഷ സ്വീകരിക്കാതിരിക്കുക. സെക്ഷൻ 18 പ്രകാരം ശിക്ഷാർഹമായ നടപടിയാണ് അപേക്ഷ സ്വീകരിക്കാതിരിക്കുക, തള്ളിക്കളയുക, അങ്ങനെയുള്ള പ്രവണതകൾ. അതുകൊണ്ട് വിവരാവകാശത്തിന് നമ്മുടെ ഓഫീസ് സമയം എത്രയാണോ ആ സമയത്തിൽ അത് സ്വീകരിച്ചോളണം എന്നുള്ളതാണ് സൂചിപ്പിക്കുക. അവരുടെ വീട്ടിലെ വിലാസം അതിൽ എഴുതുന്നതാണ്. ചിലരുണ്ട് 2022 കേസാണെങ്കിൽ അന്ന് കമ്മീഷനിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് തൽസ്ഥിതി റിപ്പോർട്ട്. അതിനെങ്ങനെ തൽസ്ഥിതി റിപ്പോർട്ട് എന്ന് പറയും? തൽസ്ഥിതി എന്ന് പറഞ്ഞാൽ സീരിയസ്ലി. അപ്പം നമുക്ക് അറിയേണ്ടത്, ചിലര് അറിയാം റിപ്പോർട്ട് നമുക്ക് അതിന് പറ്റി ഉണ്ടായിരിക്കും. സൂചിപ്പിക്കാനുള്ളത് മൊബൈൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സാഹചര്യം നോക്കിയിട്ടില്ല. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്,